ഞാൻ വിനോദ്. മൂൺ വാക്ക് എന്ന സിനിമയുടെ സംവിധായകനാണ്. സുനിൽ ഗോപാലകൃഷ്ണൻ എൻ്റെ കോ റൈറ്ററാണ്. സുനിൽ അതുപോലെ തന്നെ ഒരു എഴുത്തുകാരനുമാണ്. ഞങ്ങൾ ഒരു ഈ സിനിമയ്ക്ക് മുമ്പ് തന്നെ ഒരുമിച്ച് ഒരുപാട് പരസ്യചിത്രങ്ങളിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. സുനിലിൻ്റെ മൂൺ വാക്കിനെ കുറിച്ചുള്ള അഭിപ്രായം? അതല്ല, ഈ ആളുകൾക്ക് അറിയാൻ താല്പര്യം എനിക്ക് വിനോദിനോട് ആദ്യം ചോദിക്കാനുള്ളത് നമുക്ക് മൂൺ വാക്ക് എന്നുള്ള പേരിനെ കുറിച്ച് തന്നെയാണ്. മൂൺ വാക്ക് എന്ന പേര് ബേസിക്കലി മൈക്കൽ ജാക്സൻ്റെ മൂൺ വാക്ക്. അത് നമ്മുടെ ചെറുപ്പത്തിൽ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ഡാൻസ് സ്റ്റെപ്പാണ്. പുള്ളിയുടെ ത്രില്ലർ എന്നുള്ള പാട്ടിൽ, ബില്ലി ജീൻ എന്നുള്ളൊരു പാട്ടിൽ പുള്ളി 1983 ഒരു സ്റ്റേജ് പെർഫോമൻസിൽ സ്പോണ്ടേനിയസ് ആയിട്ട് കാണിച്ചതാണ് പറയപ്പെടുന്നത്. അത് അന്ന് ലോകവ്യാപകമായി ഒരു വലിയ ഒരു ഇളക്കം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഒരു വേൾഡ് വൈഡ് ഒരു വേവ് സൃഷ്ടിച്ച ഒരു സംഗതിയായിരുന്നു, ഒരു ഡാൻസ് സ്റ്റെപ്പായിരുന്നു. അത് ലോകവ്യാപകമായി അത് പരക്കുകയും അത് ഒരു 86-87 കാലഘട്ടത്തിൽ ആണെന്ന് തോന്നുന്നു, 88 ആയിട്ട് കേരളത്തിലും അതിൻ്റെ അലകളുണ്ടാവുകയും അത് ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും പോപ്പുലർ ആയ ഒരു സമയമാണ്. ഇത് കത്തിപ്പടർന്നൊരു സമയമാണ് ആ സംഭവം. അത് ആണ് മൂൺ വാക്ക് എന്നുള്ള സിനിമയ്ക്ക് പേരിടാൻ. അത് ചെറുപ്പക്കാരുടെ കഥയാണ്. അന്നത്തെ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാർ മൈക്കൽ ജാക്സനെ ഫോളോ ചെയ്തിരുന്നവരുടെ അവർ ഡാൻസ് പഠിക്കാൻ പോയതൊക്കെ ആയിട്ടുള്ള കഥയായതുകൊണ്ട് മൂൺ വാക്ക് എന്നുള്ള പേര് ഇടുക. അതായത് പൂർണ്ണമായിട്ടും ഒരു പീരീഡ് സ്റ്റോറിയാണ് അല്ലേ? പീരീഡ് സ്റ്റോറിയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാര്യം നമ്മൾ സൈക്ലിക്കലാണ്. ഇന്ന് ഇപ്പോൾ ട്രെൻഡിൽ വന്നിട്ടുള്ള റെട്രോ ഫാഷൻ ആക്ച്വലി ഈ മൂൺ വാക്ക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്റ്റൈലും അതുപോലത്തെ അതുപോലത്തെ ഡ്രസ്സ്, അതുപോലത്തെ സ്റ്റൈല്, ഇപ്പോൾ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ, അതിന് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷേ റെട്രോ റിവൈവൽ പോലെയാണ് ഇപ്പം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പീരീഡ് ആണെങ്കിലും ആക്ച്വലി ഇപ്പം ഈ സിനിമ ഈ കാലഘട്ടം ശരിക്കും പറയാൻ അതിൻ്റെ ഒരു സമയമാണ്. അപ്പം എല്ലാവർക്കും ഒരേപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറി ത്രെഡാണത്. അതെ, ഈ 80s-ൻ്റെയും 90s-ൻ്റെയും കുറിച്ച് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഇൻ്റർനെറ്റോ ടെലിവിഷൻ ചാനലുകൾ പോലും ഇല്ലാതിരുന്നൊരു കാലത്തും എല്ലാ ചെറുപ്പക്കാരും ഒരു മൂവെങ്കിലും, ഒരു സ്റ്റെപ്പെങ്കിലും, ഒരു വേവ്, അല്ലെങ്കിൽ ഒരു മിറർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുഴുവടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലദേശങ്ങളെയൊക്കെ അതിജീവിച്ചിട്ടുള്ളൊരു വല്ലാത്തൊരു ട്രെൻഡ് ആയിരുന്നു മൈക്കിൾ ജാക്സൺ. അതിങ്ങനെ ഒരു മലയാളത്തിലൊരു സിനിമയാക്കണം എന്ന ആശയം വിനോദിനാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അതെന്താണ്? വളരെ പേഴ്സണലായ ഒരു റീസൺ അതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. അതൊന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്. അത് പേഴ്സണലായ റീസൺ ഉണ്ട് അതിനകത്ത്. എനിക്ക് കുറച്ച് വളരെ അടുത്തറിയാവുന്ന ആ സമയത്ത് ഈ ഡാൻസ് ഫോളോ ചെയ്തിരുന്ന കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. വളരെ അടുത്ത സുഹൃത്തുക്കൾ, വളരെ ക്ലോസ്ലി ഞാൻ ഇൻട്രാക്ട് ചെയ്തിരുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുമായിട്ട് പരിചയമുള്ള ഒരുപാട് ഡാൻസേഴ്സിന് തിരുവനന്തപുരത്തുള്ള നമ്മൾ തിരുവനന്തപുരത്താണ് ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്, തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരുപിടി അതുപോലുള്ള ഡാൻസേഴ്സിനെയും എനിക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു ലൈഫും അവർ പോകുന്ന സ്ഥലങ്ങളിലുമൊക്കെ അവരുടെ കൂടെ പോകാനുള്ളൊരു ഭാഗ്യമൊക്കെ അന്ന് എനിക്കുണ്ടായി. അപ്പോൾ ഇത് സിനിമയാക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിലില്ലായിരുന്നു. നമ്മൾ ഒരുപാട് സിനിമകൾ സംസാരിക്കുകയും ഒരുപാട് സിനിമകൾക്ക് വേണ്ടി നമ്മൾ സിനിമ എഴുതുകയും അത് നമ്മൾ ഒരുമിച്ച് ചെയ്യാനായിട്ടൊക്കെ പലപ്പോഴും നമ്മൾ ആലോചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ആ ജേണിയിൽ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഏതോ ഒരു 3ാമത്തെ സിനിമയും വർക്ക് ചെയ്യാതെ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഒരു ആശയം നമ്മൾ സംസാരിച്ചിരുന്ന ആശയം നമുക്ക് എടുത്ത് റിവൈവ് ചെയ്തിട്ട് നമുക്ക് അത് സ്റ്റോറി സിനിമയാക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത്. അത് ഈ കൂട്ടുകാരെന്ന് പറഞ്ഞ ആൾക്കാരിൽ അവർ അന്ന് ഒരുപാട് ഇതിനു വേണ്ടി പ്രയത്നിക്കുകയും ഇങ്ങനെ ഇപ്പോൾ ഒരു പെർഫോമൻസ് മാനിയ പിടിച്ച് നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂടെ നമ്മളൊന്ന് യാത്ര ചെയ്തതിൻ്റെ അതൊരു വലിയ റീസണാണ്. അവർ പോയ ഒരുപാട് ഇതിലൂടെയൊക്കെ എനിക്കും പോകാൻ പറ്റിയിട്ടുണ്ട്. അതിലൊരുപാട് റിയൽ സ്റ്റോറി, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്ന് ചില എക്സ്ട്രാക്ട്സ് നമുക്കിപ്പോൾ കണ്ടിരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ സിനിമയാക്കാമെന്ന് തോന്നിയതാണ് നമ്മളതിൻ്റെ. അതെ, ഞാൻ പറയുന്നത് ലോകം എമ്പാടും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറാണല്ലോ മൈക്കിൾ ജാക്സൺ. അപ്പോൾ നമുക്ക് മൈക്കിൾ ജാക്സൺ അങ്ങനെ ഒരു വലിയ വിഗ്രഹമായിട്ട് നിലനിൽക്കുമ്പോഴും നമുക്ക് നാട്ടിൽ ഒരുപാട് ലോക്കൽ ജാക്സൺമാരുണ്ടായിരുന്നു.
ആ അത് പല പല പേരുകളിൽ ആൾക്കാർ ഇങ്ങനെ നടക്കുന്ന അന്നത്തെ പിള്ളേരെ പല ഒന്നാമത്തെ കാര്യം ആൾക്കാർക്ക് ഒരു തരത്തിലും കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു ഇതിനു വേണ്ടി നടന്നിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാര്യം മുടി വളർത്തുന്നത്. മുടി വളർത്തുക, അതുപോലെ തന്നെ ഈ ഒരു തരത്തിലും പാകമല്ലാത്ത ഷർട്ടും അതുപോലത്തെ പാൻറ്റും ബാഗിയും അതും ഇതൊക്കെ ആണ്. പിന്നെ ഇവരുടെ ഒരു മൊത്തം അലസഭാവവും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇതൊക്കെ ഈ സോഷ്യലി സാധാരണ സമൂഹത്തിന് നിരക്കാത്ത പ്രവർത്തികളാണ്. ഇവരെല്ലാവരും മറ്റേ എന്താണ് കഞ്ചാവ് വലിക്കുക അല്ലെങ്കിൽ മറ്റേ മദ്യത്തിനും മയക്കും സാമൂഹ്യ വിരുദ്ധരാണ് എന്നുള്ള അന്ന് അങ്ങനെ ഒരു കാഴ്ചപ്പാട്. അത് സാധാരണ ഇപ്പോൾ എവിടെയെങ്കിലും ആൾക്കാർ കൂടുമ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എന്തെങ്കിലും കാരണവശാൽ രണ്ടടിയൊക്കെ കൊടുത്തു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസുകാർക്ക് ഇവരെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും പ്രശ്നമായിരുന്നു. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അന്നത്തെ ഡാൻസേഴ്സ്, ഈ ലോക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു. അതെ അത് ഈ ഭയങ്കര രസമുള്ള ആൾക്കാർ നമുക്കിപ്പോഴും ഉണ്ട്, വളരെ പോപ്പുലർ അല്ലെങ്കിലും അവരെല്ലാവരും ഇപ്പം ഈ അടുത്ത് ലൈം ലൈറ്റിൽ വീണ്ടും വന്നായിരുന്നു. അതായത് ഉദാഹരണത്തിന് തിരുവനന്തപുരത്തുള്ള ഫുഡ് ലൂസേഴ്സ് ബാബു മാഷ്, പുള്ളിയുടെ സഹോദരൻ സജീഷ്, അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേരുണ്ട്. മരിച്ചുപോയ അയ്യപ്പൻ, അല്ലെങ്കിൽ പ്രവീൺ, പപ്പൻ, ശ്രീകുമാർ. ഇപ്പോൾ ഇവരൊക്കെ എനിക്ക് ബാബുവിനെയും സജീഷിനെയാണ് ഒരുമാതിരിയെങ്കിലും അറിയാവുന്നത് ഇവരുടെ കൂടെ. പക്ഷെ മറ്റുള്ളവരെ നമ്മൾ ദൂരെ നിന്ന് അവരുടെ ഡാൻസ് കണ്ടിട്ടുള്ള സത്യം പറഞ്ഞ ആരാധന അന്ന് നമുക്ക് ഉണ്ടായിരുന്നു. അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരു ബൂമേഴ്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, അനീഷ് നാഥ്, അജിത് നാഥ്, വിജയൻ, നൗഫൽ, ഷിബു, പിന്നെ സ്പിൻഡിൽസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, അതിൽ ടോം, പിന്നെ പുള്ളിയുടെ ഒരു എയർപോർട്ടിൻ്റെ സൈഡിൽ ഒരു പിടി ഡാൻസേഴ്സ് അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായിട്ട് ഇവർ പരിപാടി നടത്തുന്ന സ്ഥലങ്ങൾ പലയിടത്തും പോവുകയും ഇവരുടെ പിറകെ ഞാൻ നമ്മൾ അന്ന് അങ്ങനത്തെ ചെറുപ്പത്തിൻ്റെ ഒരു തിളപ്പിൽ നമ്മളങ്ങനെ ഇവരുടെ കൂടെ പോകുമായിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പായിട്ട് ഞാൻ എറണാകുളത്ത് എനിക്ക് ഒന്ന് ലേറ്റ് 80s 88 നടന്നൊരു മത്സരം നടക്കുമ്പോൾ ഇവിടെ വരികയും അന്ന് ഇവിടെ വേറൊരു തരത്തിലുള്ള ഡാൻസ് ഗ്രൂപ്പ്, കൊച്ചിൻ ഡിസ്കോ ബോയ്സ്, എനിക്കൊന്ന് ജോൺസൺ മാഷ്, പിന്നെ എബീസ് കൊച്ചിനിലെ സെബി, പിന്നെ എനിക്കൊന്ന് ബ്രേക്ക് ആൻഡി എന്നൊക്കെ പറഞ്ഞ ഈ അടുത്താണ് ഞാൻ അവരുടെ പേരുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ ഒരു ഷെൽട്ടൺ എന്ന് പറഞ്ഞ ഡാൻസർ, ഭയങ്കര ബ്രില്യൻ ഡാൻസറായിരുന്നു. അത് ബാബു മാഷും സജീഷും ഒക്കെ പുള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ വളരെ പീക്കിൽ നിൽക്കുമ്പോഴും അവർ തൃശ്ശൂരിലൊരു മത്സരം ചെല്ലുമ്പം ഇവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് മിൽട്ടൺ ഒരു റോബോട്ടിക് ഡാൻസ് കളിച്ചതിനെ കുറിച്ചൊക്കെ. അപ്പം ഈ ഡാൻസേഴ്സ് അവരിപ്പോഴും ഇപ്പം ഈ അടുത്ത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ പോപ്പുലറായ സജി നെപ്പോളിയൻ, സജി പിന്നെ നാട്ടിൽ ഇവിടെ എറണാകുളത്തുള്ള ബ്രേക്ക് ആൻഡി, ടോം, അങ്ങനെ ഒരുപിടി ഡാൻസേഴ്സ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ അന്ന് ഇതിനു വേണ്ടി അവർ ചിലവഴിച്ച സമയവും എഫേർട്ടും ഒരു സ്റ്റേജിന് വേണ്ടി ഇവരെല്ലാവരും നടന്നിരുന്ന കഥകളുമൊക്കെ ഭയങ്കര ഇൻസ്പയറിങ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളാണ്. അപ്പോൾ അത് നമ്മളിതിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്ത ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ ഡോക്യുമെൻ്ററിയുടെ ഡീറ്റെയിലിങ്ങിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഇതിൻ്റെ കഥ ശരിക്കും ഫോമായി വരുന്നത്. അതിൽ പല എക്സ്ട്രാക്റ്റുകളും നമ്മുടെ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അത് അതിനകത്ത് ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വീഡിയോ കാസറ്റുകളോ ഒക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നൊരു മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടാണ് ആളുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ സ്വതന്ത്രമായ ഇന്നോവേഷൻസും പിന്നീടാണുള്ളത്. ഈ പ്രഭുദേവൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ വേറൊരു തരം ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ഡാൻസ്. പ്രഭുദേവ പിന്നീടാണ് വരുന്നത്, 93-ലൊക്കെയാണെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളി മറ്റേ ഡാൻസ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. വേറെ സിനിമയിൽ അതിനു മുമ്പ് ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പാണ് ഇവരുടെയൊക്കെ ഇവർ 87-88 ശരിക്കും ഈ ബ്രേക്ക് ഡാൻസ് ജ്വരം കേരളത്തിൽ പടർന്നു പിടിക്കുന്നത്. അത് പിന്നെ അതൊരു ഫേസ് ഇങ്ങനെ മാറി, പിന്നെ അത് മറ്റ് ഡാൻസുകളായി മാറുകയൊക്കെ ചെയ്തു. നമ്മൾ പിന്നെ ഈ പറഞ്ഞാൽ അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിൽ ഡാൻസ് ചെയ്തിരുന്ന എനിക്കറിയാവുന്ന എൻ്റെ ക്ലോസ് ആയിട്ടുള്ള പലരും പല ജോലിയായിട്ടും വിദ്യാഭ്യാസത്തിനായിട്ടും പലയിടത്തേക്ക് പോവുകയും നമ്മളതിൽ നിന്ന് അകന്നുപോയി. പക്ഷേ അതിന് ശേഷം നമ്മൾ പിന്നെ കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ഈ കഥയുടെ കുറേ വശങ്ങളുണ്ട്. അപ്പോൾ അത് എന്നെ ശരിക്കും മൂവ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും. വിനോദ് ഈ മൂൺവാക്കിൻ്റെ കഥ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറയുന്ന സമയത്ത്
എന്നെ അതിനെ ഏറ്റവും ഇമ്പ്രസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ കഥയെ പ്ലേസ് ചെയ്യുള്ളത് ഈ കഥയുടെ ആ ഒരു എക്സോട്ടിക്കായ പരിസരമാണ്. അതായത് ഈ പുത്തൻതോപ്പ് സെൻറ്റ് ആൻഡ്രൂസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ, ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭംഗിയും എന്താ പറയുക, അതിന് തന്നെ ഒരു സ്വന്തമായ റെട്രോ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ സ്ഥലം ആദ്യമായിട്ട് വിനോദ് എന്നെ കൊണ്ട് കാണിച്ച് ചെയ്യുമ്പോൾ ഞാൻ വിനോദോട് പറഞ്ഞ കാര്യമുണ്ട്, നമുക്ക് ഇത് ഇവിടെ ഒരു പടം ഷൂട്ട് ചെയ്തിട്ട് ഇത് എന്ന് പറയുന്നത് അത് നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു ഇതുണ്ട് ആ സ്ഥലത്തിന്. അതെ, നമ്മൾ ആ റെക്കിയൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന പുത്തൻതോപ്പ് ഇപ്പം ഒരുപാട് മാറിപ്പോയി, കുറച്ചുകൂടെ മോഡേൺ പുത്തൻതോപ്പ്, നല്ല റോഡൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന നമ്മൾ ഇടവഴിയിരുന്ന അല്ലെങ്കിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന കൂട്ടുകാരുടെ വീടുകളും അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ, ആ പുത്തൻതോപ്പിന് വേറൊരു എക്സോട്ടിസിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പ്രോബബ്ലി സുനിൽ അവിടെ വരുമ്പോൾ അത് കുറച്ചുകൂടെയൊക്കെ മാറിയിട്ടുണ്ട്. ആൾക്കാർ കൂടുതലും കുവൈറ്റിൽ ഒരുപാട് പേര് ഉള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ അവിടെ. പണ്ട് ആ സമയത്ത് അങ്ങനെയല്ലായിരുന്നു. കുവൈറ്റിലൊക്കെ ആൾക്കാരുണ്ടെങ്കിലും കുറേ ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയൊരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പുത്തൻതോപ്പിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു വൻ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ബീച്ചിൽ ഇപ്പോൾ ശംഖുമുഖത്തായാലും അവിടെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഭയങ്കര ആഘോഷങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ പുത്തൻതോപ്പിൽ ഈ വരുന്ന ആ സമയത്ത് പുറത്തുള്ള ആൾക്കാരൊക്കെ വരികയും ഒരു കടപ്പുറം മുഴുവൻ അന്ന് ആൾക്കാരുടെ ഒരു ഭയങ്കര ഒരു ജനക്കൂട്ടമായിരിക്കും. പിന്നെ ഒരുപാട് പരിപാടികൾ, ഈ മറ്റേ വള്ളം കളികൾ, കടലിൽ പോക്ക്, ഇവിടെ കരയിലുള്ള ഒരുപാട് കളികൾ, വടംവലി മുതൽ അങ്ങനെ. അപ്പം ഇതൊക്കെ ഭയങ്കരമായ നമ്മളെ ആ സ്ഥലവുമായിട്ടങ്ങ് നമ്മളെ എൻഗേജ് ചെയ്യുകയും നമ്മൾ വളരെ, ഞാൻ കുറച്ച് അപ്പുറത്തു നിന്നാണ്, എൻ്റെ സ്ഥലം കിഴക്കോട്ടാണെങ്കിലും ഈ സ്ഥലമായിട്ട് നമ്മൾ ഭയങ്കര ഡീപ്പ് റൂട്ടഡ് കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൂട്ടുകാരും എനിക്ക് ആ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഏരിയയിൽ നിന്ന്, തുന്തോക്കുന്നും ചാന്നാങ്കര, കഠിനംകുളം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തു നിന്ന്. അപ്പോൾ അത് നമ്മളെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ്. അതെ, പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് പറയേണ്ടത്, നമ്മൾ ഈ ഇതിനെ ഒരു സിനിമയായിട്ട് സങ്കല്പിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് മുമ്പിൽ ഒരുപാട് ചലഞ്ചുകളുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് സ്റ്റാർസിനെ കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ അപര്യാപ്തത, അങ്ങനെയൊക്കെ നമ്മൾ ആരംഭിച്ചപ്പോൾ ധൈര്യമായിട്ട് വിനോദാണ് അതിനകത്തൊരു കോൾ എടുക്കുന്നത്. നമുക്ക് പുതിയ ആളുകൾ വെച്ച് പുതിയതായിട്ടൊരു ഒരു ഫ്രഷായിട്ടുള്ളൊരു രീതിയിൽ വേണം ഈ കഥയെ പറയാനെന്ന് പറഞ്ഞു. അതിനൊരുപാട് പെയിൻ നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ കഥ നമുക്ക് എന്തായിട്ട് അങ്ങനെ ഒരു ഗട്ട് ഫീൽ എന്തായിരുന്നു വിനോദിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത്? അല്ല, നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് ഈ ഒരു കഥ നമ്മൾ സാധാരണ സിനിമയുടെ ഒരു സ്കെഡ്യൂൾ ചെയ്യുന്നത് പോലെ നമ്മൾ ഇത്ര പേരുടെ ഡേറ്റ് ഇങ്ങനെ മേടിച്ച് ഓടിപ്പോയി ചെയ്യാൻ പറ്റാത്തൊരു സിനിമയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ അത് നമ്മൾ പരിപാടികൾ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. കാര്യം ഇതിനകത്ത് അവർ കടന്നു പോകേണ്ട കുറച്ച് ചില ഫേസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിന് നമുക്ക് സമയം വേണം. പിന്നെ പ്രൈമറിലി അവർ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം ട്രെയിനിങ്ങും മറ്റ് പരിപാടികളും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫ്രഷ് ഫേസസ് വേണം. കാര്യം നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഒരുപാട് രീതിയിൽ ഗുണം ചെയ്യും. സിനിമയ്ക്ക് ആൾക്കാരെ ആകർഷിക്കാൻ പരിചയമുള്ള മുഖങ്ങൾ തീർച്ചയായിട്ടും ഉള്ളത് നല്ലതാണ്. പക്ഷേ ഒട്ടും പരിചയമില്ലാത്ത മുഖങ്ങളിൽ നിന്ന് ബ്രില്യൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അത് ചലഞ്ചായിരുന്നു. അത് പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യുന്നുള്ളൊരു ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അത് നമ്മുടെ പിള്ളേരത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വേറെ ഒരാളെ പോലും നമ്മൾ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരാളെ പോലും മാറ്റി വേറൊരാളെ ആ സ്ഥലത്ത് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാര്യം അതിലെ ഷാജി ആയാലും നമുക്ക് ഷിബു ആയാലും അരുണായാലും വരുണായാലും ജയിക്കൊക്കെ ആയാലും ആ സ്ലോട്ടുകളിൽ ഇനി വേറെ ആരെയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ട്രിവാൻഡ്രം ബേസ്ഡ് കഥയായ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ അന്ന് ആദ്യം പ്ലാൻ ചെയ്തിട്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ ചെന്നൈയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ എറണാകുളത്ത് പിന്നെ കോഴിക്കോട് നിന്നൊക്കെയുള്ള ആൾക്കാരാണ് വന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തിയ പെർഫോമൻസ് വഴി. അപ്പോൾ എനിക്കൊന്ന് അത് അവർ തന്നെ കണ്ട്, ഓഡിയൻസ് കണ്ട്. അതെ അല്ല, എനിക്ക് തോന്നുന്ന ഒരു 100ഓളം പുതിയ ആർട്ടിസ്റ്റുകൾ ചെറുതും വലുതുമായിട്ട് നമ്മൾ ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അല്ല, വന്നു പോകുന്നതും ഒക്കെ ആയിട്ട് ശരിയാണ്. അത് വരുന്നുണ്ട്. ഒരു കാർണിവൽ പോലെ അവരെല്ലാവരും കടന്നു വരികയും അവർക്കെല്ലാം അവരുടേതായ സ്പേസിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു പോവുകയും ചെയ്തിട്ടുള്ളൊരു രസകരമായിട്ടുള്ളൊരു പരിപാടിയും കൂടി അങ്ങനെയാണ് നമ്മൾ തന്നെ. അതെ, അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഒരു വാല്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നു. ആ പ്രോസസ്സ് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സായിരുന്നു. അതെ, ഈ സിനിമയുടെ മൊത്തം പ്രോസസ്സ് വളരെ ഇൻട്രസ്റ്റിംഗും വളരെ ലോങ് ടേം പ്രോസസ്സാണ്.
നമ്മൾ ഈ സിനിമ കടന്നുപോയ പലതരത്തിലുള്ള ഘട്ടങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല കഥാപാത്രങ്ങൾ കടന്നുപോയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ സിനിമയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ലിജോ ജോസാണ്. ലിജോയ്ക്ക് ഈ പടം ഇഷ്ടപ്പെടുകയും പുള്ളി ഇത്തരമൊരു സിനിമ എന്തുകൊണ്ടാണ് ഉടനെ റിലീസാവാൻ താമസിക്കുന്നതെന്നുള്ള ആ ഒരു സംശയത്തിൽ നമ്മളുമായിട്ട് സംസാരിക്കുകയും ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇമ്മീഡിയറ്റ്ലി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കൈ തന്നത് ലിജോ ജോസാണ്. അതുപോലെയാണ് നമ്മളുടെ കൂടെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടേക്കപ്പ് ചെയ്ത് ഫൈനലി ഇതിനെ മുന്നോട്ട് നയിക്കുന്ന ലിസ്റ്റിൻ സ്റ്റീവൻ്റെ സഹായം. സോ അവരെല്ലാവരും വന്ന് ഭവിച്ചതാണ്. അതൊരു സിനിമയ്ക്ക് ഒരു ഭയങ്കര മുതൽക്കൂട്ടാണ്. അല്ലെങ്കിൽ ഈ സിനിമ ഒരു ഘട്ടത്തിൽ നിന്നുപോകേണ്ട സിനിമയായിരുന്നു. നമ്മൾ എടുത്തു പറയേണ്ടത് വേറൊരു കാര്യം, നമ്മുടെ ഇതിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഡ്യൂസറായിട്ട് നമ്മൾ ഈ പടത്തിൻ്റെ ആശയവും കഥയും കേട്ട് നമുക്കത് ഇനീഷ്യൽ ഇതിൽ തന്നെ ഇത് നമുക്ക് കിക്ക് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളോട് കൂടെ നിന്ന പ്രൊഡ്യൂസറിൻ്റെ ഫയാസിൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഫർദർ ആ പടത്തിനെ നമുക്ക് വെളിയിൽ കൊണ്ടുവരാൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉള്ളത് കൊണ്ടാണത് നമുക്കത് ഫിലിം റിയാലിറ്റി ആവുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതായത് പറഞ്ഞത് ഈ പടത്തിന് അങ്ങനെ ഒരു വളരെ വലിയൊരു ഭാഗ്യമുണ്ട്. പ്രോബബ്ലി കടന്നുപോയ എല്ലാ ഘട്ടങ്ങളിലും ഇവൻച്വലി വി ഹാഡ് സം ഹാൻഡ് ഹെൽപ്പിങ് അസ്, സം ഫോഴ്സ് ബിഹൈൻഡ് അസ്. അങ്ങനെ എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇതൊരു മൈക്കിൾ ജാക്സന് നമ്മൾ കൊടുക്കുന്നൊരു ട്രിബ്യൂട്ടാണ് അല്ലേ? അതെ അതെ അതെ. ഒരു ജനറേഷൻ്റെ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ എത്രയോ വർഷമായിട്ട് ജാക്സൺ മരിച്ചിട്ട് ഇപ്പോൾ 20 മേൽ വർഷമായി അല്ലേ? മൈക്കിൾ ജാക്സണുള്ള ട്രിബ്യൂട്ടാണ് തീർച്ചയായിട്ടും. പക്ഷെ മൈക്കിൾ ജാക്സനെ ആരാധിച്ച് അല്ലെങ്കിൽ ഈ ഡാൻസ് ഒരു മതം പോലെ അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായി അതിൽ വിശ്വസിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്കുള്ള ട്രിബ്യൂട്ടാണ് എന്നാണ് നമുക്ക് ഇതിനെ പറയാൻ. കാര്യം ഇപ്പോൾ ഉള്ളവരും നമ്മളുടെ കൂടെ ഇപ്പോൾ ഇല്ലാത്തവരുമായ ഒരുപിടി ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഓർക്കുന്ന ഒരു കഥയാണല്ല. അങ്ങനെയാണ് ഈ പടത്തിന് ഞാൻ ശരിക്കും കാണുന്നത്. തീർച്ചയായിട്ടും ജാക്സണുള്ള ഒരു ട്രിബ്യൂട്ടാണ്. അതെ, അതായത് ഒരു പണത്തിൻ്റെയോ സ്പോൺസർഷിപ്പിൻ്റെയോ ഒന്നും ഒരു തരത്തിലുള്ള എന്താ പറയുന്ന സപ്പോർട്ടും ഇല്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കത്തിപ്പിടിച്ച് കേരളത്തിലെ സ്റ്റേജുകളെ മുഴുവനും ഇലക്ട്രിഫയിങ് ആയ പെർഫോമൻസ് കൊണ്ട് അല്ലേ? അന്നത്തെ വൈറൽ ഫീവറാണത്. അന്ന് കത്തിപ്പിടിച്ച ഒരു സംഭവമാണ്. കത്തിപ്പിടിച്ച ഒരു ആവേശത്തിൻ്റെ കഥയാണ് നമുക്ക് പറയാനുള്ളത്. അത് പ്രേക്ഷകർക്കിടയിലേക്കും ആവേശം പടരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, എല്ലാവരും ഫസ്റ്റ് ഷോ ഈ പടം കാണണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. കാരണം നിങ്ങൾ പ്രോബബ്ലി സാധാരണ ഗതിയിൽ കണ്ടിരിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു കഥയും ഒരു കഥാപരിസരവും ഇതുമാണ്. പക്ഷേ ഈ പിള്ളേർ ഞെരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരണം, കാണണം. അപ്പോൾ നമ്മൾ നാട്ടുകാരെ കൊണ്ട് വേവടിപ്പിച്ചാൽ പോരല്ലോ. അതെ, ഡയറക്ടർ ഒന്ന് വേവടിക്കാവോ? അതിനെന്താണ് ഇത്രയൊക്കെ നമുക്ക് വേവടിക്കാൻ പറ്റും. ഇതിനൊക്കെ നന്നായിട്ടാണ് പിള്ളേർ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. നമുക്ക് അത് നോക്കിക്കാനേ പറ്റുള്ളൂ.